ഒരു ഡോക്ടർ എനിക്കൊരു വോയിസ് ഇട്ടിരുന്നു സൗദിയിൽ നിന്ന്. മാനുക്ക വലിയൊരു കോടീശ്വരൻ നമ്മുടെ നാട്ടിലുള്ള ആ കോടീശ്വരന് കൊറോണ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സിച്ചെന്ന് ഞാനാണ്. 15 മിനിറ്റ് നേരെ ആ മനുഷ്യന് ശ്വാസം 53-52 വയസ്സേ ഉള്ളൂ. ശ്വാസം കിട്ടാതെ മാനുക്കായാളെ കണ്ണും നാവും ഒക്കെ പടന്ന് കാണ്ടാണ് അയാളെ വെപ്രാള അയാൾ കാട്ടിക്കൂട്ടിയത്. അയാൾക്ക് ആ ശ്വാസം കിട്ടുകയാണെങ്കിൽ അയാളെ സമ്പത്ത് മുഴുവൻ മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു. ആ മരണം സംഭവിച്ചതിന് ശേഷം 6 മണിക്കൂറോളം അദ്ദേഹത്തിനെ ഒരു അരൂന് ഒരു മനുഷ്യ ജീവി തിരിഞ്ഞു നോക്കല്ലാതെ അനാഥ മനുഷ്യനായിട്ട് കിടത്തി. അവസാനം ഏതോ 2 സഹോദരന്മാർ വന്നിട്ട് ആംബുലൻസ് കയറ്റിയിട്ട് ഒരു 4 ആൾ പോലും ഒപ്പം പോവാതെ അദ്ദേഹത്തിനെ കൊണ്ടുപോയി മറയിതു. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹം ഒരു സാമ്പത്തികമായിട്ടും സഹായം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ 1000 കോടി ഉണ്ടാക്കിയെങ്കിൽ എന്താ അദ്ദേഹം കൊണ്ടുപോയത്? അവസാനം ആ ഒരു ശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തും കൊടുക്കാന്നുള്ള വലിയൊരു ആഗ്രഹം മുട്ടാക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ഒരുപാട് സമയം തന്നു, ഒരുപാട് സമ്പത്ത് ഞാൻ തന്നു, പക്ഷെ നീ അതനുസരിച്ചില്ല, നീ വേണ്ട, നീ വാ. കൊണ്ടുപോയില്ലേ? വാരിക്കുട്ടിയെ കൊണ്ടുപോയോ? അവകാശികൾ മാറി വന്നു. എന്താണ് അദ്ദേഹം കൊണ്ടായത്? മനുഷ്യന് ഓരോ പാഠങ്ങളാണ്. എത്രയോ അനുഭവങ്ങളുടെയും പഠിച്ചില്ല. അപ്പം നമ്മൾ ഈ കൊറോണ വന്നതെന്തിനാ? നമുക്ക് പാഠങ്ങൾ. ഇപ്പോൾ വലിയ വലിയ കല്യാണങ്ങളില്ല, ഓഡിറ്റോറിയം ഇല്ല. നമ്മളും സാധാരണക്കാരും വലിയവനും ഒക്കെ ഒരേ കല്യാണം, കുറച്ച് ആളുകൾ മാത്രം ഇല്ലേ? ആളുകൾക്ക് രോഗം കുറവാണ്. ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഈ കൊറോണ ഉണ്ട്. ഇനിയും പണക്കാരായ ആളുകൾ പഠിച്ചില്ലെങ്കിൽ കൊറോണ മാതിരിയുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള അത് പിടിച്ചിട്ട് ആ ശ്വാസം കിട്ടാതെ മേപ്പെട്ട് ഇറക്കാൻ കഴിഞ്ഞില്ലേ? എല്ലാം ഞാൻ കൊടുത്തോളാം പടച്ചോനെ, എന്നൊന്ന് വിട്ടുകൊണ്ടല്ല. കിട്ടൂല, കഴിഞ്ഞില്ലേ? പടച്ചോന്റെ ചോദ്യം ഉണ്ടാവും, എനിക്ക് ഞാൻ കുറേ സമ്പത്ത് ഏൽപ്പിച്ചേ, നീ എനിക്ക് എന്ത് തന്നു കടം? മറുപടി ഉണ്ടാവില്ല. അവന് അവസാന വാക്ക് അവിടെ കിടന്നിട്ട് കാലാകാലം നമ്മുടെ ജീവിതം അവിടെ അല്ലേ, അനുഭവിച്ചേ തീരൂ. മനുഷ്യന്മാർക്ക് എല്ലാവർക്കും നല്ല മനസ്സ് പടച്ചോൻ കൊടുക്കട്ടെ, നല്ല വഴി ഒരുക്കി